എടുത്തപ്പോൾ എനിക്ക് ഷൈനൊരു ആഗ്രഹം എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ, ഒന്ന് ഊട്ടിയോ വല്ല വയനാടോ ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ. അങ്ങനെ നമ്മൾ നല്ലൊരു റിസോർട്ട് തപ്പുമായിരുന്നു. ഊട്ടി എന്നുള്ള പ്ലാൻ ആദ്യം തന്നെ ഉപേക്ഷിച്ചു. വയനാട്ടിൽ നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ നമ്മൾ തപ്പിക്കൊണ്ടിരുന്നത്. ഒന്നും പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കാറിലിരുന്ന് തന്നെ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി പെപ്പർ ട്രെയിൽ. മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കുറെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരണം കേട്ടോ. ബുക്കിങ്ങിന്റെ സമയത്ത് ഇതിന്റെ കുറച്ചൊക്കെ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ പ്രതീക്ഷയൊന്നും ഇവിടെ എത്തുന്ന വരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേയും ആ ഒരു മൊത്തത്തിലുള്ള വൈബൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒരു കാടിന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. റൂം ഭയങ്കര സ്പേഷ്യസ് ആണ്. ഏറ്റവും അട്രാക്റ്റീവ് ബാത്റൂം ആണ്. ബെഡ്റൂമിനെക്കാളും വലിപ്പമുണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ സൂപ്പർ ആണ്. ഒരു പ്രൈവറ്റ് പൂളും ഉണ്ട്. അതായിരുന്നു ഫേവറേറ്റ് പാർട്ട്. നല്ലൊരു ലക്ഷൂറിയസ് സ്റ്റേ ആയിരുന്നു. റൂം ചെക്ക് ഇൻ ചെയ്ത് പുറത്തേക്കൂടെ ഒക്കെ ഒന്ന് നടന്നു വന്ന് പിന്നെ നമ്മൾ പൂളിൽ നന്നായിട്ടൊന്ന് കുളിക്കാനുള്ള പ്ലാൻ ചെയ്തു. നല്ലൊരു റിലാക്സിംഗ് ഡേ ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-2:30 ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അങ്ങനെ കുറെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് തിരക്കുകളും വർക്കിനും ഒക്കെ ഇടയിൽ ഈ ഒരു ഡേ ഞങ്ങൾക്ക് ഭയങ്കര റിലാക്സിംഗ് ആയിരുന്നു. ഇത് ആക്ച്വലി കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഫോട്ടോസ് ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇടാൻ വൈകിതാ ഇപ്പോഴാണ് ഇടുന്നത്. പൂളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഒരു ഹോട്ട് ബാത്ത് ഒക്കെ എടുത്തത്. നമ്മൾ ഇനി ഡിന്നർ കഴിക്കാണ്. ഒരു 2-3 ഡിന്നർ ബുഫേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊരെണ്ണം ചൂസ് ചെയ്യാണ് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് പിറ്റേ ദിവസം മോർണിംഗ്. വി ഹാഡ് എ ഗ്രേറ്റ് നൈറ്റ് ടുഗദർ. മൂവി ഒക്കെ കണ്ട് ചില്ലേത്തി. ഇറ്റ് വാസ് റിയലി അമേസിംഗ്. ഒരു ആഡോ പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ. ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരു ദിവസത്തെ സ്റ്റേ ഭയങ്കര വൃത്തിയായി തോന്നി. ഒരു ദിവസത്തെ സ്റ്റേയും ഫുഡും കൂടെ നമുക്ക് ടോട്ടൽ 25,000 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിരുന്നു. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെക്ക് ഇൻ ചെയ്ത ദിവസം ഈവനിങ് ഒരു ടീ ടേസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഒരു ബേർഡ് വാച്ചിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മോർണിംഗ് ചെറിയ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ബേർഡ്സിനൊന്നും കാണില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ തന്നെ പ്രോപ്പർട്ടിയിലൂടെ ഉള്ള ഒരു ട്രക്കിങ്ങും കോംപ്ലിമെന്ററി ആയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. കുറെ നല്ല ഫോട്ടോസ് ആൻഡ് മെമ്മറീസ് ഒക്കെ ആയിട്ട് ബാക്ക് ടു ഹോം.